Hey friends, are you ready? Welcome back to our channel. ഇന്ന് ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡേക്ക് പോവുകയാണ്. നെടുമങ്ങാട് നിന്ന് ഞാനും ലക്ഷ്മിക്കുട്ടിയും കൂടി ബസ് കയറിയിട്ടുണ്ട്. 7:20 നമ്മൾ ട്രെയിൻ. അച്ഛൻ ഓഫീസിൽ നിന്ന് നേരെ അവിടെ എത്തും. ഇനി നമുക്ക് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണം. കാഞ്ഞങ്ങാടാണ് നമുക്ക് ഇറങ്ങേണ്ടത്. ശരിക്കും കാഞ്ഞങ്ങാടാണ് ഹസ്ബൻഡിൻ്റെ സ്ഥലം, പെരിയ. ആദ്യം കല്യാണം കഴിക്കുന്ന സമയത്ത് ബന്തെടുക്ക എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരു 2 ഇയേഴ്സായി ഇപ്പോൾ പെരിയയിലേക്ക് ഷിഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ യൂഷ്വലി നാട്ടിലേക്ക് വരുന്നത് ഈ മാവേലി ട്രെയിനിലായിരിക്കും. അതാകുമ്പോൾ ഒരു നൈറ്റ് ഫുള്ള് ട്രെയിനിൽ പോകും, ഡേ നമുക്ക് കിട്ടും. അങ്ങനെ ഞങ്ങൾ കാഞ്ഞങ്ങാട് ഇറങ്ങുവാണ്. ഇപ്പോൾ സമയം 6:30 കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് കാഞ്ഞങ്ങാട് ടൗൺ. ഇനി ഇവിടെ നിന്ന് നമുക്ക് പെരിയയ്ക്ക് ബസ് പിടിക്കണം. എന്നിട്ട് പെരിയയിൽ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് വേണം നമുക്ക് വീട്ടിലേക്ക് പോകാനായിട്ട്. ശരിക്കും പറയുവാണെങ്കിൽ നവോദയ സ്കൂളിന് അടുത്താണ് ഞങ്ങളുടെ വീട് വരുന്നത്. കാഞ്ഞങ്ങാടിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഹോസ്ദൂർ കോട്ട, ശ്രീ മടിയൻകൂലം ക്ഷേത്രം, നിത്യാനന്ദാശ്രമം, മഞ്ഞപ്പൊതി ഹിൽസ്, ഗാന്ധി സ്മൃതി മണ്ഡപം തുടങ്ങിയ ഒത്തിരി ടൂറിസ്റ്റ് പ്ലേസസ് ഇവിടെയുണ്ട്. അതുപോലെ തെയ്യം, പൂരക്കളി, മറുതുകളി തുടങ്ങിയ നാടൻ കലാരൂപങ്ങൾക്കും പേര് കേട്ട ഒരു സ്ഥലം കൂടിയാണ് കാഞ്ഞങ്ങാട്. വേറൊരു കാര്യം, കേരളത്തിലെ പ്രശസ്തമായ കലാസംഘടനയായ കേരള ലളിതകലാ അക്കാദമിയും കാഞ്ഞങ്ങാടാണ്. ഇപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന വഴിയാണിത്. നാഷണൽ ഹൈവേ 66ൻ്റെ വർക്ക് നടന്നു വരികയാണ് ഇവിടെ. അയ്യേട്ടൻ പറഞ്ഞു തരുന്നത്, പണ്ട് കാലത്ത് കാസർഗോഡ് 4 ടൈപ്പുള്ള വീടുണ്ടായിരുന്നു. ഒന്ന് ടെറസ്, പിന്നെ അതുപോലെ ഓല, ഓട്, പിന്നെ ഉണ്ടായിരുന്ന ഒരെണ്ണം ഈ കാണുന്ന പുല്ല് ഉപയോഗിച്ചിട്ടുള്ള, ഇവിടെ പറയുന്നത് മുളി ഉപയോഗിച്ചിട്ടുള്ള വീടായിരുന്നു എന്നാണ് പറഞ്ഞു തരുന്നത്. ഇത് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലെ വ്യൂ ആണ്. നല്ല രസമാണ് ഇതുവഴി ഇങ്ങനെ നടക്കാൻ. ഇപ്പോൾ ഞങ്ങൾ പീക്കോക്കിനെ തേടി പോകുന്നതാണ്. ഇത് കണ്ടോ, ഇവിടെ നല്ല ചൂടാണ് ഉച്ചയ്ക്കൊക്കെ. അപ്പോൾ ആരോ വെള്ളം വെച്ചിരിക്കുകയാണ് ബേർഡ്സിനൊക്കെ വേണ്ടിയിട്ട്.
ഇത് ദേവു, ഹസ്ബൻഡിൻ്റെ പെങ്ങളുടെ മോളാണ്. നല്ലൊരു പാട്ടുകാരി കൂടിയാണ് ഈ മോള്. പയ്യന്നൂർ സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ നാളെ നമുക്കൊരു തെയ്യമുണ്ട് തറവാട്ടിൽ. അപ്പോൾ ആ തെയ്യം കൂടാനായിട്ട് പയ്യന്നൂരിൽ നിന്ന് ചേച്ചിയും മോളും വീട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങനെ ലക്ഷ്മിക്കുട്ടിയായിട്ട് ചേർന്നിട്ട് കുറച്ച് പാട്ടൊക്കെ പാടി നോക്കുവാണ്. ലക്ഷ്മിക്കുട്ടിക്ക് പാടാനൊന്നും അറിയില്ല. പിന്നെ ചേച്ചിയോടൊപ്പം പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ആളും അങ്ങ് എൻജോയ് ചെയ്യുകയാണ്. ഇനി ഞങ്ങളൊന്ന് ഔട്ടിങ്ങിന് ഇറങ്ങാണ്. ഞങ്ങളോടൊപ്പം അടുത്ത വീട്ടിലെ ഒരു മോള് കൂടിയുണ്ട്, പാറു, ലക്ഷ്മിക്കുട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ട് കൂടിയാണ്. ആൾ കൂടി ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇത് പാറു, അത് കുറുത്തക്കട ലക്ഷ്മി, അത് നമ്മുടെ ദേവുട്ടി. പണി കിട്ടിയോ? കാടില്ലേ? പെട്രോൾ നല്ല അടിച്ച്. അതെ അതെ. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ കുറച്ച് GK ക്വസ്റ്റ്യൻ ചോദിക്കാം, നിങ്ങൾ പറയുമെന്ന് നോക്കാം. ഞാൻ ടീച്ചർ ലക്ഷ്മിക്കുട്ടിയാണ് കേട്ടോ. യു ജസ്റ്റ് ട്രൈ ടു സേ ദി ആൻസേഴ്സ്. ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡാണ്. നിങ്ങൾക്കൊരു ഡൗട്ട് കാണും, എത്രയായിരിക്കും? 12 നദികൾ കാസർഗോഡ് ജില്ലയിൽ കൂടി ഒഴുകുന്നു. സപ്ത ഭാഷാ സംഗമ ഭൂമി മീൻസ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷയുള്ള സ്ഥലമാണ് കാസർഗോഡ്. കേരളത്തിലെ ഏറ്റവും 14ാമത്തെ ഡിസ്ട്രിക്റ്റാണ് കാസർഗോഡ്. കേരളത്തിൽ അടയ്ക്ക കൂടുതലുള്ള ഒരു സ്ഥലമാണ് കാസർഗോഡ്. ഇന്ന് ഇത്രയും ചേച്ചിയും ചേട്ടന്മാരും പഠിച്ചാൽ മതി. ഞാൻ ഇനി ബാക്കി പഠിച്ചിട്ട് അടുത്ത വീഡിയോയിൽ കൂടെ അത് പഠിപ്പിച്ച് തരാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കണ്ട, അതിനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. നാളത്തേക്കും കൂടെ വേണം. താങ്ക് യു.